എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പാക്കറ്റ് ഉപ്പായിട്ടാട്ടോ വന്നേക്കണേ. പലരും ഉപ്പിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പൊതുവെ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത കുറച്ച് ഉപ്പിന്റെ ഉപയോഗങ്ങളാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ സാധാരണ കറികൾക്ക് ഇടാൻ വേണ്ടി മാത്രമായിരിക്കില്ല ഉപ്പ് ഉപയോഗിക്കാറുണ്ടാവുക. പക്ഷേ അതിനല്ലാതെ മറ്റെന്തെല്ലാം തരത്തിൽ നമുക്ക് ഈ ഉപ്പ് ഉപയോഗിക്കാം. അതായത് നമ്മൾ കുറെ പൈസ കൊടുത്ത് ചെയ്യുന്ന ജോലികൾ വരെ നമുക്ക് നിസ്സാരക്കാരനായിട്ടുള്ള ഈ ഉപ്പ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് നമ്മുടെ ഉപ്പ് പൊട്ടിച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാത്രത്തിന്റെ കൂടെ ചെറിയൊരു പാത്രം കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത് ബേക്കിംഗ് സോഡയാണ്. ഇവിടെ ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഈ ഉപ്പിന്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പല്ലിലെ മഞ്ഞക്കറ പലർക്കും വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പല്ല് തേക്കാനാണ്. നിങ്ങൾ ആരും ബേക്കിംഗ് സോഡ ഇട്ട് പല്ല് തേച്ചിട്ട് ഉണ്ടാവില്ല. നമ്മളൊരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ബേക്കിംഗ് സോഡ. ആഴ്ചയിൽ 2 തവണ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കാണെങ്കിൽ നമ്മുടെ പല്ലിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പും കറകളും ഒക്കെ മാറ്റാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. 2 നേരം മതി. നമ്മൾ സാധാരണ പേസ്റ്റ് വെച്ച് പല്ല് തേക്കുന്നതിന്റെ പുറമെ നമ്മൾ ഇതും കൂടിയും ആഴ്ചയിൽ 2 തവണ യൂസ് ആക്കണം. ഒരു പാത്രത്തിൽ ഉപ്പുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ നേരിയ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ചെയ്യാൻ പോണത് അതിനകത്തുനിന്ന് 1 ടീസ്പൂൺ ഉപ്പെടുത്ത് നമ്മുടെ നേരിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് നമ്മൾ ഒരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വെറ്റ് ടിഷ്യൂ ആയിരുന്നെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ആ ഉപ്പ് കലക്കി വെച്ച വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട്, ഇളം ചൂടുള്ള വെള്ളമായിരിക്കണേ. നമ്മുടെ കണ്ണിന്റെ ചില സമയത്ത് നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ചുറ്റും ഇതുപോലെ കൺപോളകൾ ഇങ്ങനെ നീര് വന്ന പോലെയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് അത് മുക്കിയിട്ട് നമുക്കത് ഇതുപോലെ വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ തടിപ്പും വീക്കവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ കറികൾക്ക് വേണ്ടി പകുതി ഉപയോഗിച്ചിട്ട് ബാക്കി പകുതി നമ്മൾ എങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും അതിന്റെ സൈഡ് ഭാഗം കറുത്തു പോകും അല്ലേ, കറുത്തു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കറുത്തു പോവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഉപ്പ് എടുത്തിട്ട് കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ മുറിച്ച ഭാഗത്ത് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിനെ കൂടാതെ നമുക്ക് ആപ്പിള് മുറിച്ചിട്ട് അത് ഇതുപോലെ കറുത്തു പോവാതിരിക്കാനായിട്ട് നമ്മൾ ആപ്പിൾ ആ മുറിച്ച ഭാഗത്ത് ഉപ്പ് കുറച്ച് തേച്ച് വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഇതുപോലത്തെ വലിയ തേങ്ങയൊക്കെ, ഒന്നാമത്തേൽ ഇപ്പൊ തേങ്ങയ്ക്ക് എന്താണല്ലേ വില, അപ്പോൾ ഇതുപോലത്തെ തേങ്ങ ഒക്കെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഇതുപോലെ സൈഡൊക്കെ മഞ്ഞ കളറും പിന്നെ ചുമന്ന കളറൊക്കെ പലതരത്തിലുള്ള കളർ വ്യത്യാസങ്ങളും ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഉപയോഗിച്ച തേങ്ങയിൽ അതിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിന്റെ സൈഡിലൊക്കെ നമ്മൾ ഇതുപോലെ ഉപ്പ് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ കറികൾക്കൊക്കെ എക്സ്ട്രാ ഉപ്പായി പോകും കേട്ടോ. അപ്പൊ ഇതുപോലെ ഉപയോഗിച്ച തേങ്ങകളൊക്കെ ഫ്രിഡ്ജിൽ ചീത്തയാവാതായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഉപ്പ് തിരുമ്മിയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെക്കുന്ന, ഇപ്പൊ ചിലവരുടെ വീടുകളിൽ ഫ്രിഡ്ജ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തേങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അല്ലാതെ സൂക്ഷിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച തേങ്ങ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് പാത്രത്തിലാക്കി കൊടുക്കാം. പാത്രത്തിൽ ഇങ്ങനെ നിവർത്തി വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കമഴ്ത്തി വെക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ തന്നെ നമുക്കൊരു 2 ദിവസം പുറത്തിരുന്നാലും നമ്മുടെ തേങ്ങ ചീത്തയാവാതെ തന്നെ ഇരിക്കും കേട്ടോ. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന മുട്ടകളൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ എങ്ങനെ അറിയും അല്ലേ. കുറച്ച് ദിവസം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ ഇരുന്നതിന് ശേഷമൊക്കെ നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കറി വെച്ചതിന് ശേഷമായിരിക്കും കറിയിൽ മുട്ട ചീത്തയായി കിടക്കുന്നൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ കറി വെക്കുന്നതിന് മുന്നേ മുട്ട നല്ലതാണോ ചീത്തയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 2 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കറി വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന മുട്ട നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ട മുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട നല്ല മുട്ടയാണ്. മുട്ട പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ചീത്തയാണെന്നാണ് കേട്ടോ.
ഇപ്പൊ ഞാനിത് ഈ മുട്ട ഇട്ടപ്പോൾ തന്നെ താഴത്തേക്ക് താന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഈ മുട്ട നല്ലതാണ്, നമുക്ക് വിശ്വാസത്തോടു കൂടി നമുക്ക് ഇത് കറി വെക്കാം, ഒരു കുഴപ്പവും പറ്റില്ല. ചില ചീത്തയായ മുട്ടകൾ നമ്മുടെ ഈ ഉപ്പ് വെള്ളത്തിൽ പൊങ്ങി കിടക്കൂട്ടോ. അപ്പൊ അങ്ങനത്തെ ഉള്ള മുട്ടകൾ നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കരുത്, അത് കൊള്ളില്ല. അപ്പൊ ഇനി മുട്ടകൾ കറി വെക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ അതെടുത്ത് കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഈ പറയുന്ന ഉപ്പ് നമ്മുടെ കയ്യിലൊക്കെ ഡെഡ് സ്കിൻസിനെയും ഡെഡ് സെൽസിനെയും മൃദുവായ കോശങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉപ്പെടുത്തിട്ട് നമ്മളൊരു സ്ക്രബ്ബറായിട്ട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ നല്ലപോലെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഡെഡ് സെൽസും മറ്റേ മൃദുകോശങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആവും കേട്ടോ. നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമ്മൾ മുഖത്തൊക്കെ ഇടാൻ പഞ്ചസാര നല്ല സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഉപ്പും നല്ലൊരു സ്ക്രബാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇടയ്ക്ക് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഉപ്പാക്കിയിട്ട് നല്ലപോലെ ഇതുപോലെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിന്. ഏതെങ്കിലും വിഷാംശമുള്ള ജീവികൾ, അതായത് നമ്മുടെ തേനീച്ചയൊക്കെ പെട്ടെന്ന് കുത്തിയാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മൾ ആ കുത്തിയ ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിൻ്റെ എന്തെങ്കിലും വിഷാംശം അല്ലെങ്കിൽ അതിൻ്റെ ഇതുപോലത്തെ മുള്ളോ നാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉപ്പിട്ട് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലപോലെ മാറി കിട്ടും കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഉപ്പിട്ടിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടും ഒക്കെ മാറിക്കിട്ടാനായിട്ട് വളരെയധികം സഹായകമാവും ട്ടോ. അടുത്ത് നമ്മൾ ഫ്രിഡ്ജൊക്കെ ആഴ്ചയിലും മാസങ്ങളിലും ഒക്കെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ വീട്ടമ്മമാര്. അപ്പൊ നമ്മൾ സാധാ വെള്ളം കൊണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ തുണി മുക്കിയിട്ട് ഫ്രിഡ്ജിന്റെ അകമൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ അകത്തുള്ള കീടാണുക്കളും ഒക്കെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ആ വെള്ളം മാത്രം മതി ട്ടോ. നമ്മൾ കാണാത്ത ഒരുപാട് കീടാണുക്കളും ബാക്ടീരിയാസും ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടാവും. അപ്പൊ ആഴ്ചയിലും മാസത്തിലും ഒക്കെ നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് വെള്ളം കലക്കിയിട്ട് അതിൽ നമ്മൾ തുണി മുക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ അകമൊക്കെ തുടച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും, നമ്മൾ അതിനകത്തുള്ള അണുക്കളെയും ബാക്ടീരിയാസിനും ഒക്കെ നമുക്ക് അകറ്റി നിർത്താനും പറ്റും. ഇനി നമ്മൾ പറയാൻ പോണത്, ഇതുപോലെ പുല്ല് പിടിച്ചെടുക്കുന്ന നമ്മുടെ മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് വെച്ച് നമുക്ക് ഇതിനെ കരിയിച്ച് കളയാട്ടോ. നമ്മൾ കാശ് കൊടുത്ത് ആളെ നിർത്തി പുല്ല് പറിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വെറുതെ ഒരു ഉപ്പ് മാത്രം, അതായത് നമ്മൾ ഒരുപാട് പൈസക്കൊന്നും നമ്മൾ നല്ല നൈസായിട്ട് പൊടിയുപ്പ് കറിക്ക് ഇടുന്ന ഉപ്പൊന്നും വാങ്ങിച്ചിട്ടുണ്ട്. ആ കല്ലുപ്പാണെങ്കിലും അല്ലെങ്കിൽ 15 രൂപക്കും 10 രൂപ കിട്ടുന്ന ഉപ്പാണെങ്കിൽ നമുക്ക് അതായാലും നമുക്ക് ഇതുപോലെ പുല്ലിനെ വാങ്ങിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ മഴയത്ത് ഇടരുത് കേട്ടോ. മഴയത്തിട്ടാൽ നമ്മുടെ ഉപ്പ് ഒലിച്ചു പോവും. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഉപ്പ് വെതറിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ഉപ്പിന്റെ കൂടെ മിക്സ് ചെയ്യാൻ കൂടി വേണ്ട. ഇതുപോലെ ഉപ്പ് നമ്മൾ കയ്യിലെടുത്തിട്ട് വെറുതെ ആ പുല്ലുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും ഉപ്പിന്റെ കൂടെ മിക്സ് ചെയ്തില്ലെങ്കിലും ഇത് തന്നെ നല്ലൊരു നമുക്ക് പുല്ല് കരിയിച്ച് കളയാനുള്ള നല്ലൊരു റെമഡിയാണ്. കണ്ടില്ലേ, ഇത് ഞാൻ ഇന്നലെ ഉപ്പിട്ട് വെച്ച പുല്ലാണ് കേട്ടോ. നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇന്നലെ ഇട്ട് വെച്ചതാണ്. ഇന്ന് ഒരു ദിവസമായുള്ളൂ. അപ്പോഴത്തേക്കും പുല്ലിനൊക്കെ നല്ല വാട്ടമുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുല്ലൊക്കെ കരിഞ്ഞ് ഉണങ്ങി വാടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ ഈ പുല്ലൊക്കെ നമ്മൾ എത്ര കൈ കൊണ്ട് പറിച്ചാലും നമുക്ക് ഇതൊന്നും പറിച്ചെടുക്കാനായിട്ട് പറ്റൂല. പക്ഷെ ഉപ്പ് ഇതുപോലെ ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പ്രയാസപ്പെടാതെ തന്നെ 2 ദിവസം കൊണ്ട് തന്നെ അത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ? ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇതുപോലെ ഒച്ചിന്റെ വളരെയധികം വലിയ ശല്യം ഉണ്ട് കേട്ടോ. എന്തോരം മരുന്നടിച്ചാലൊന്നും ഈ ഒച്ചു പോവില്ല. അപ്പൊ ഒച്ചു പോകാനായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച സൂത്രമാണ് ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ശല്യക്കാരനായ ഒച്ചിനെ നമുക്ക് ഇതുപോലെ ഉപ്പിട്ട് നിഷ്പ്രയാസം കൊന്നെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടോ, ഉപ്പിട്ടപ്പോ തന്നെ ആ ഒച്ച ചാടിപ്പോയതുണ്ടല്ലേ. അടുത്ത ഒച്ചിനെ നമുക്ക് ഉപ്പിട്ട് നശിപ്പിക്കുന്നത് ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ ഉപ്പ് വെറുതെ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കൊടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ഒച്ചിനകത്തുനിന്ന് ഒരു സ്ഥലം കണ്ടോ. ഇത് കുട്ടികളൊക്കെ ഉള്ള വീട്ടില് വളരെയധികം അപകടകാരിയാണ് കേട്ടോ നമ്മൾ ഈ ഒച്ചിൽ നിന്ന് വരുന്ന ഈ വെള്ളമൊക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒച്ചിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് നോക്കണം. നേരത്തെ ഉപ്പിട്ട് കൊടുത്ത് ഉച്ചയോടെ ചത്തെടുക്കുന്നുണ്ട്.
ഇപ്പൊ ഉച്ച സമയത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ഒച്ച. രാത്രി സമയത്ത് ഭയങ്കര വലിയ വലിയ ഒച്ചിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കണേ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒച്ചിനൊക്കെ ഉപ്പിട്ട് തന്നെ നശിപ്പിച്ച് കൊല്ലാം. അപ്പൊ കാണിച്ച ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.